നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. സുപ്രീം കോടതിയെയും കോടതി വ്യവഹാരങ്ങളെയും തകിടം മറിക്കാനുള്ള പുതിയ നടപടികൾക്ക് വേണ്ടി പാർലമെന്റിൽ ഓർഡിനൻസ് കൊണ്ടുവരാൻ നീക്കം നടത്തുകയാണ് BJP. നമുക്കറിയാം, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളായിരുന്നാലും അവർക്ക് സ്വാധീനമുണ്ട് അല്ലെങ്കിൽ അവരുടെ ഭരണമുണ്ട് എന്ന് ഉറപ്പിക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പുകളിലായിരുന്നാലും അവർ വലിയ മുൻതൂക്കം നേടിയെടുക്കുന്നതിലെ അസ്വാഭാവികത. അതിൽ എടുത്തു പറയേണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത്, എതിരാളികളുടെ ശബ്ദം അത് എന്നേക്കുമായി നിലയ്ക്കാൻ വേണ്ടിയുള്ള പരമാവധിയായിട്ടുള്ള ഗിമിക്കുകൾ BJPയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയാണ്. ഓർഡിനൻസ് എന്നത് രാഷ്ട്രപതിക്ക് ഒപ്പിട്ട് നിയമമാക്കി മാറ്റാൻ കഴിയുന്ന ഒരു സാധുതയാണ്. അതിനെ പരമാവധി പ്രയോജനപ്പെടുത്തുക, രാഷ്ട്രപതിയെ ബലിയാടാക്കിക്കൊണ്ടുള്ള നീക്കങ്ങൾ, അതിനുവേണ്ടിയുള്ള സമ്മർദ്ദ തന്ത്രങ്ങളാണ് ഇപ്പോൾ കേന്ദ്ര പാർലമെന്ററി കാര്യ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്താനിരിക്കുന്നത്. ഇന്ത്യയിൽ പ്രത്യേകിച്ചും ഇന്ത്യൻ പാർലമെന്റിലെ രീതികളെ മൊത്തത്തിൽ മാറ്റിമറിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത്. പാർലമെന്റ് എന്നത് ജനപ്രതിനിധികൾ 543 ലോക്സഭാ MP-മാരുടെയും 240-ലധികം രാജ്യസഭാ MP-മാരുടെയും ആശയവിനിമയത്തിനുള്ള ഒരു ഡയസാണ്. അവിടെ യാഥാർത്ഥ്യങ്ങളെ മൂടി വെച്ചുകൊണ്ട് മോദിയുടെ മാത്രം ഫിഗർ ഉയർത്തിക്കാട്ടുക, മോദിയെ കുറ്റം പറയുന്നവരുടെ മൈക്ക് ഓഫാക്കുക, ഇതാണ് കഴിഞ്ഞ ഏതാനും കാലങ്ങളായി നടക്കുന്ന സമ്മർദ്ദ തന്ത്രങ്ങൾ. അതിനുവേണ്ടി സ്പീക്കർ ഓം ബിർളയും അതുപോലെ തന്നെ ഡെപ്യൂട്ടി സ്പീക്കറും രാജ്യസഭയിലെ ചെയർപേഴ്സണും അതുപോലെ തന്നെ ഡെപ്യൂട്ടി ചെയർപേഴ്സണുമൊക്കെ വലിയ കളികളാണ് നടത്തുന്നത്. ഉപരാഷ്ട്രപതി സ്ഥാനത്ത് ജഗദീപ് ധൻഖർ ഇരുന്നു കൊണ്ട് BJPക്ക് വേണ്ടി നടത്തിയ കളികളിൽ അദ്ദേഹത്തിന് തന്നെ നാണക്കേട് തോന്നിയ, അദ്ദേഹത്തിന് തന്നെ റിഗ്രറ്റ് തോന്നിയ സാഹചര്യത്തിലാണ് അദ്ദേഹം കൃത്യമായി BJP നേതൃത്വത്തിനെതിരെ കൊള്ളിവെച്ച് സംസാരിക്കാൻ തുടങ്ങിയതും BJP അദ്ദേഹത്തിനെ പാഠം പഠിപ്പിച്ചത്. ഇതൊക്കെ കൃത്യമായി അനാലിസിസ് നടത്തുമ്പോഴാണ് അടുത്ത ഓർഡിനൻസ്, അടുത്ത പണി വരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവിൻ്റെ സ്ഥാനമാനങ്ങളും പ്രതിപക്ഷ നേതാവിൻ്റെ റോളും, അതായത് അധികാരം വെട്ടിച്ചുരുക്കാൻ വേണ്ടിയുള്ള നീക്കം. ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന പാനലിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഒഴിവാക്കിയതുപോലെ പ്രതിപക്ഷ നേതാവിനെ ഒഴിവാക്കി അവിടെയും മറ്റൊരു ക്യാബിനറ്റ് മന്ത്രിയെ ഫില്ല് ചെയ്യാൻ വേണ്ടിയുള്ള ഓർഡിനൻസ്. മാത്രമല്ല, തൊഴിലുറപ്പ് പദ്ധതി പോലുള്ള ജനകീയ പദ്ധതികളെ അട്ടിമറിച്ച് പുതിയ വ്യാവസായിക നയം, അതും വിദേശ നിക്ഷേപം കൊണ്ടുവരുന്ന രീതിയിലുള്ള മറ്റ് ഓർഡിനൻസുകൾ, രാജ്യത്തെ വെട്ടിമുറിക്കുന്ന തരത്തിലുള്ള നിരവധിയായ ഓർഡിനൻസുകൾ ഒന്നൊന്നായി വരിവരിയായി BJP ഇങ്ങനെ ഒരുക്കി നിർത്തിയിരിക്കുകയാണ്.